നമസ്കാരം, ഞാൻ സുജിത മനോജ്. ഇന്ന് നമ്മളിവിടെ ഒരു മസാല ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മസാല ദോശ എന്ന് പറയുമ്പോൾ സദേൺ ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും നല്ല പരിചിതമായ ഒരു വിഭവമാണ് അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആരോടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്താന്ന് ചോദിച്ചാൽ മസാല ദോശ എന്നായിരിക്കും അവർ ഉത്തരം പറയുക. അപ്പൊ സാധാരണ മസാല ദോശയിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള ഒരു മസാല ദോശയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 1 കപ്പ് ദോശമാവ്, ഏകദേശം ഒരു 1/2 കപ്പോളം വേവിച്ച് ഉടച്ചെടുത്ത കോഴിയിറച്ചി. അപ്പൊ ഈ കോഴിയിറച്ചി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വേവിച്ച് കൈ കൊണ്ട് ഉടച്ചെടുത്തതാണ്. എല്ലില്ലാത്ത കോഴിയിറച്ചി ആയിരിക്കും ഇതിന് ഏറ്റവും ഉത്തമം. ഒരു ചെറിയ സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി നന്നായി അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. പിന്നെ എരിവ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ വരെ എണ്ണ. അപ്പൊ എങ്ങനെയാണ് ഈ ചിക്കൻ മസാല ദോശ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഒരു ഇടത്തരം തീയിൽ കത്തിച്ചിട്ട് ഒരു ചെറിയ പാൻ, ഒരു പരന്ന പാൻ ആയിരിക്കും ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത്. നമുക്ക് അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കാം. ഈ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ല കരുകരുപ്പാവുന്ന വരെ സോട്ടേ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വഴറ്റിയെടുക്കുന്നതാണ് ഈ വിഭവത്തിന്, ഈ മസാലയ്ക്കുള്ള ഫില്ലിങ്ങിന് ഏറ്റവും നല്ലത് ആക്ച്വലി. അപ്പം നല്ലോണം ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഈ സവാളയുടെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് സവാള നന്നായിട്ട് വഴണ്ടി വരാനായിട്ട് എളുപ്പത്തിലുണ്ടാവും. സവാളയും നന്നായിട്ട് ഗോൾഡൻ നിറം വരെ വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. തൽക്കാലം ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ ഈ കറിവേപ്പില ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മുറിച്ച് ചേർക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് തീ ഒന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം, നമ്മുടെ മസാലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് ഇത് ഈ ഉള്ളിയുടെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 1 മിനിറ്റ് വരെ വഴറ്റിയാൽ മതി. കാരണം നമ്മൾ ഇനി തക്കാളി ചേർത്ത് നന്നായിട്ട് വെന്തുടയ്ക്കാനുള്ളതാണ്. അപ്പം ഒരു 1 മിനിറ്റിനുള്ളിൽ അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരും. അപ്പോഴേക്കും ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ മൂത്ത മണമൊക്കെ വന്നു, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഈ ഉള്ളിയായിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് വരെ ചെറുതീയിൽ ഇതിനെ പാകം ചെയ്യാം. ഇപ്പൊ ഏകദേശം നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു ചെറിയ മോയ്സ്ചർ ഒക്കെ ഉണ്ട് ഈ ഫില്ലിങ്ങിന്. അങ്ങനെ വേണം, ഇത് ഒത്തിരി ഡ്രൈ ആയി പോകാൻ പാടില്ല. കാരണം നമുക്ക് കുറച്ചൊരു കുഴഞ്ഞ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് തീ അല്പം കൂട്ടാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ അതിലേക്ക് ഇടാം. ചിക്കൻ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ചിക്കൻ നല്ലപോലെ ഈ മസാലയായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഏകദേശം ഒരു 200 ഗ്രാം വരെ എല്ലില്ലാത്ത കോഴിയിറച്ചി, കുറച്ച് ഉപ്പും കുരുമുളകും
മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു കുക്കറിൽ ഒരു വിസിൽ വരെ പാകപ്പെടുത്താവുന്നതാണ്. അതിനുശേഷം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്ത ശേഷം കൈകൊണ്ട് പതുക്കെ അതിൻ്റെ മാംസം മാത്രം ഇളക്കിയെടുക്കുക. വേണമെങ്കിൽ ഒരു മിക്സിയിലിട്ട് അടിക്കാം, പക്ഷെ നമുക്ക് അത്രയും ചെറിയതായിട്ട് മിൻസ് ആവണ്ട, കൈകൊണ്ട് അടർത്തുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ഇപ്പോൾ ചിക്കൻ ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ തീ അണച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് ഇരുന്ന് കുറച്ച് അങ്ങ് ഡ്രൈ ആയിപ്പോകും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഏകദേശം നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ മസാല ദോശയ്ക്കുള്ള ചിക്കൻ ഫില്ലിംഗ്. അപ്പോൾ പതുക്കെ നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്ത് മസാല ദോശയാക്കി എടുക്കാം. അപ്പം നമുക്കിനി ഈ മസാല ദോശ ഉണ്ടാക്കാം. ഒരു ദോശക്കല്ല് നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച്, സാധാരണ ദോശ ചുടുന്ന പോലെ ഒരു തവി മാവ് ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. ഈ മസാല ദോശ നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമില്ല, കാരണം മസാല ദോശയ്ക്ക് ഉള്ളിൽ ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് വേണമല്ലോ. അപ്പം നമ്മളിത് മറിച്ചിടണ്ട. അപ്പം ദോശ നന്നായിട്ട് എണ്ണയോ ബട്ടറോ തൂവി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ദോശ നന്നായി മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ദോശ ഏകദേശം ഈ പുറത്ത് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ ഫില്ലിംഗ് അത് ദോശയുടെ ഒരു ഭാഗത്തേക്ക് പതുക്കെ നിരത്തി കൊടുക്കുക. ഏകദേശം ഒരു ദോശയ്ക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ഫില്ലിംഗ് വയ്ക്കാവുന്നതാണ്. ഫില്ലിംഗ് നന്നായിട്ട് നിരത്തിയ ശേഷം ദോശ പതുക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ദോശ നന്നായി മടക്കിയെടുക്കുക. നന്നായി അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് മറുഭാഗം കൂടെ നന്നായിട്ട് അമർത്തിയെടുക്കണം. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് മസാല ദോശ ഇനി ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ചൂടൻ ചിക്കൻ മസാല ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്.